ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കത്തിന്റെ കീഴിലേക്ക് പോന്നോട്ടെ. ഇന്ന് മത്സരം വീണ്ടും തുടങ്ങുകയാണ്. തോക്കാനായിട്ട് വലിഞ്ഞു കയറി വന്നോളും. വൈബ് വരുത്തുകയാണ്. അരി ഞാന് അല്ലാതെ ഇവിടെ തോറ്റോണ്ടിരിക്കുന്നത് എന്താണ് വെച്ചോ. മലയാളം തന്നെ വെക്കാം. കുറച്ച് ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരല്ലേ മത്സരം. മലയാളത്തിലാണല്ലോ നമ്മുടെ എപ്പിസോഡ് പോകുന്നത്. ഇംഗ്ലീഷിലാകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അതെ, ഏറ്റവും കൂടുതൽ മലയാളം കിട്ടുന്നവർ വിജയിക്കും. ഓക്കെ, ടൈല്. അപ്പൊ ഫസ്റ്റ് തന്നെ തുടങ്ങാം അല്ലേ? മലയാളത്തിൽ തന്നെ തുടങ്ങാം. തകർക്കും ഞാൻ. അല്ലടാ അളിയാ, തുറക്കട്ടെ. ഈ പേര് മലയാളത്തിലായാൽ സിനിമ കിട്ടുമോ? അങ്ങനെ പിടിച്ചോ. കണ്ണപ്പ. അപ്പൊ മലയാളം പിടിക്കാം അല്ലേ? കണ്ണപ്പ സിനിമയുടെ റിലീസ് ഡേറ്റ് ജൂൺ 27. ഓക്കെ, ഏപ്രിൽ 25 ഫസ്റ്റ് വെച്ചിരുന്നത്, അവിടുന്ന് മാറ്റിയതാണ്. ഓക്കെ, വിഷ്ണു മഞ്ജു. ഞാനും വിചാരിച്ചു ഇനി മഞ്ജു വാര്യറാണോ പറയാൻ. വിഷ്ണു മഞ്ജു എന്ന് വിളിക്കും നമ്മള്. ആയിക്കോട്ടെ, ഞാൻ വിഷ്ണു എന്നാ വിളിക്കാറ്. വിഷ്ണു വിളിക്കണോ? അതിലൊരു പവർ ഫീൽ ചെയ്യുന്നുണ്ടോ? നീ അങ്ങനെ പോയോ? ഓക്കെ, അടുത്ത കിഴി മദ്രാസി സിനിമയുടെ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് സെപ്റ്റംബർ 5 ഒരു ചെറിയ റൂമർ വരുന്നുണ്ട്. നമ്മുടെ AR മുരുകദോസ് സംവിധാനം ചെയ്ത് ശിവകാർത്തികേയൻ നായകനാവുന്ന സിനിമയുണ്ടോ. ബിജു മേനോനും ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. മദ്രാസി. ഇനി മദ്രാസിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ AR മുരുകദോസിനെ മഷി ഇട്ട് നോക്കിയാൽ കാണാൻ പറ്റൂല. നോക്കിയാൽ പോലും കിട്ടൂലെന്ന് പറഞ്ഞില്ല മറ്റേ പാട്ട്. അതേപോലെ ആ ലെവലിക്കാ പോകുന്നത്. സിക്കന്ദർ ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു വലിയ കുളം ഉണ്ടല്ലോ, അതിലേക്ക് വീണിട്ടില്ല. വീഴോ ഇല്ലയോ എന്നുള്ളത് അറിയാം. മദ്രാസിയിൽ തീരുമാനിക്കും. അടുത്തത് വിശ്വംഭര. ഗാരു, ചിരഞ്ജീവി ഗാരുവിന്റെ അടുത്ത സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വരുന്നു നാളെ. ടൈം വന്നിട്ടില്ല. വസിഷ്ഠയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ ഒരു കുളം കുഴിച്ചിട്ടുണ്ടെന്നല്ലേ, അതിന്റെ പക്കത്ത് ഇങ്ങനെ വീണോ വേണ്ടേന്ന് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ AR മുരുകദോസ്. അതുപോലത്തെ ആ കുളത്തിലേക്ക് വീണോ വേണോ തീരുമാനിക്കും. മറ്റേ കുതിരപ്പുറത്ത് വരുന്ന ആ കുതിരയും പിടിച്ച് കുതിരനെ കൊണ്ട് പാതാളത്തിലേക്ക് പോകുന്നു. കുതിരനെ കൊണ്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്ത കിഴി. മലയാളം അല്ലേ? വിജയ് സേതുപതി, പുരി ജഗന്നാഥ് മൂവി. ഓക്കെ, ഈ സിനിമയിലേക്ക് നമ്മുടെ താബു ഒരു പ്രധാന വേഷം ചെയ്യാൻ വരുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. കാസ്റ്റിംഗിൽ ഇന്നായിട്ടുണ്ട് കേട്ടോ. ഈ സിനിമ നിർമ്മിക്കുന്നത് പുരി ജഗന്നാഥും ചാർമിയാണ്. ഓക്കെ, ഗംഭീരമാവട്ടെ. ഓക്കെ, ഒരു ഫോട്ടോ ഉണ്ട്. അടുത്തത് ദ കിങ്. മോനെ, സിനിമയില് ആര്യൻ ഖാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇന്നായിട്ടുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടൊരു സിനിമയും കൊണ്ട് വരുന്നുണ്ട്. അതെ, സുഹാന ഖാൻ ആൾറെഡി ഇതിൽ ഇന്നായതാണ്. ഇപ്പൊ ആര്യൻ ഖാനും ഉണ്ട്. എന്തൊക്കെയാണോ പരിപാടി. കുടുംബസമേതം ഒരു ഫിലിം, അങ്ങനെ പേരിടായിരുന്നല്ലേ? കുടുംബസമേതം കിങ്. അത് ശരിയാ, കിങ് ഖാൻ. എന്താണെങ്കിലും സിദ്ധാർത്ഥാനന്ദാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത കിഴി. ദിലീപ് നായകനാവുന്ന സിനിമയാണ്. സിനിമയിലെ ഒരു പ്രധാന വേഷം ചെയ്യാൻ നമ്മുടെ ലാലട്ടൻ വരുന്നുണ്ട്. കാമിയോണ്, എക്സ്റ്റൻഡ് കാമിയോ. അത് 2 ആഴ്ചക്കുള്ളിൽ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത് നിർത്തും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതോടെ ഇതിൻ്റെ പരിപാടി മൊത്തം തീരും. ഇനി ആകെ ഷൂട്ട് ചെയ്യാനുള്ളത് ലാലേട്ടൻ്റെ കൂടെയുള്ള പോർഷൻസ് ആണ്. അത് വാളയാർ പരമശിവമായി മാറും. ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റൂല. അടുത്തത് AK-64. സിനിമ ആദിക് രവിചന്ദ്രൻ തന്നെ ഡയറക്ട് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. ഫസ്റ്റ് റിലീസ് ഡേ നിനക്ക് തന്നെയാണ് കേട്ടോ. ഇനിയും ചാൻസ്. അതായത് ഫസ്റ്റ് റിലീസിന് 2026 ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പം 2026 അന്ന് വേറെ ഏതൊരു സിനിമ ഉണ്ടെങ്കിൽ ഞാൻ അതിന് പോയിക്കോളാം. അല്ല, അത് ഇതിൽ കഴിഞ്ഞില്ല. ഇനി വരുന്നത് മാഷപ്പ് ആയിരിക്കൂല. യൂട്യൂബിൽ എടുത്ത് ഞാൻ കണ്ടോളാം. ഓക്കെടാ, അതിന് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. അയ്യോ, മാഷപ്പ് പോലെ ചെയ്യുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. അതിലെന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റിന്റെ എന്തെങ്കിലും ഒരു അംശം, അതായത് ഒരു ചൊവെങ്കിലും വേണ്ട, എന്തെങ്കിലും ഒരു അംശം വേണ്ട. ഒന്ന് തോണ്ടിത്തേച്ചെങ്കിലും വെക്കണ്ടേ. പ്രിയാ പ്യുവർ അടിപൊളിയായിരുന്നുണ്ട്. ഓക്കെ, അടുത്ത കിഴി.
തുടർന്നു. ഇതാണല്ലോ ഞാൻ ആദ്യം തന്നെ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു. തുടരും സിനിമ ഇവിടെ ചെമ്പരത്തിയായിരുന്നു വെക്കേണ്ടത് ശരിക്ക്. അത് വെക്കുമ്പോ വേറെ രീതിയിലാട്ടോ സൗണ്ട് കേൾക്കുന്നത്. ആണല്ലേ? കുറച്ചു നേരം വെച്ചോണ്ടിരുന്നു. തുടരും സിനിമ റിലീസ് ഏപ്രിൽ 25-നാണല്ലോ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഒരു പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ആണിത്. ഇത് പോലീസ് സ്റ്റേഷൻ ഫൈറ്റാ. ഇത് പുതിയ പോസ്റ്റർ ഒന്നും അല്ല, ഇത് മറ്റേ പോസ്റ്റർ അല്ലേ, ഇത് പുലിമുരുകനല്ലേ, പുലിമുരുകന്റെ പോസ്റ്റർ അല്ലേ. പണ്ട് ഇതേപോലെ വന്നൊരു ഇരുത്തായിരുന്നതാണ്. അന്ന് ഇരുന്നത് ബോക്സ് ഓഫീസിന്റെ അഞ്ചത്താ. അന്ന് അത് എണീറ്റപ്പം ബോക്സ് ഓഫീസ് അടക്കം അങ്ങ് പോയി കൂടെ. ഇനി ഇത് എന്താണോ സംഭവിക്കാൻ പോണത്, ഇത് കൂടെ പോകാനുണ്ടാവില്ല. ബോക്സ് ഓഫീസ് തവിട് പൊടി മൊത്തം കഴിഞ്ഞു. പൊടി പോലെ. യെസ്. അപ്പൊ എന്താണെങ്കിലും 25-ാം തീയതി, ഇനി 25-ാം തീയതിക്ക് വേണ്ടിയിട്ടാണ് കട്ട വെയിറ്റിംഗ്. അടുത്തത് ഹിറ്റ് 3. മലയാളമല്ല, അന്യഭാഷ വല്ലതും പിടിച്ചാൽ മതിയത്. എന്തെങ്കിലും ഒറ്റൊരു മലയാളം കിട്ടിയില്ല. എന്താണെങ്കിലും ട്രെയിലർ വരുന്നു ഏപ്രിൽ 14-ാം തീയതി വിഷു ദിനത്തിൽ 11:07. ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ വിഷു കിട്ടിയില്ല? വിഷു കിട്ടിയിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. അതും സദ്യ പലരും മെസ്സേജ് അയക്കുന്നവരുണ്ട്, ആരും വിളിച്ചിട്ടില്ല. അടുത്ത ഫ്രണ്ട്സ് ആയിട്ട് ചാറ്റ് ചെയ്യുന്നവരുണ്ട്. അതെ, എന്നാ ഒരു വിഷു സദ്യ തരണം എന്നൊരു ഒറ്റ മനുഷ്യൻ വിചാരിച്ചിട്ടില്ല. അവർക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ടാവും. ഇവരെ പേടിച്ചിട്ടാണോ അത് പച്ചക്കറി ആയതുകൊണ്ട്? സദ്യക്ക് വിളിച്ച നിങ്ങൾ വല്ല മന്തിയോ ബിരിയാണിയോ ഉണ്ടാക്കിട്ട് വിളിച്ചു നോക്കൂ, വലിയ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. അതായത് എന്നാലും വലിയ ക്ഷീണമൊന്നും ഉണ്ടാവില്ല, ഇത്രയ്ക്ക് വരൂല. സദ്യ ഉണ്ടാക്കുമ്പോ ഉണ്ടാക്കുന്ന ക്ഷീണം ഉണ്ടല്ലോ, അതൊരു 1.5 ക്ഷീണമായിരിക്കും. അതുകൊണ്ട് ആ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. അതാണ്. അടുത്തത് ബസൂഖ. മമ്മൂക്കയുടെ ബസൂഖ റഫൂഖ പറയുന്നു. ബസൂഖ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ കേരളത്തിൽ നിന്ന് എത്ര നേടിയിട്ടുള്ളതെന്ന് അറിയാം? എല്ലാ അക്കന്മാരും കൂടി എത്ര തൂക്കിന്ന് പറ. മൊത്തം 3.3. ഓരോ കോടി വെച്ചോ. ബസൂക്ക് 1 കോടി, മമ്മൂക്ക് 1 കോടി, റഫൂക്ക് 1 കോടി വെച്ചിട്ടുണ്ട്. റഫൂക്കുള്ള കോടി അവിടെ എല്ലാരും മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്താടാ അങ്ങനെ ഒരു ടോക്ക്? ഒന്നുമില്ലടാ കുട്ട, ഇതില്ലാത്തൊരു ടോക്ക്. അതെന്താടാ? ഞാൻ ഒന്നുമില്ലടാ കൂട്ട, ഞാൻ തമാശക്ക് പറഞ്ഞില്ല. ഒരു കോടി ഉണ്ടെങ്കിൽ ആ കോടിന്റെ ഉള്ളിൽ നീ ഉണ്ടാവും. ആ കോടിന്റെ ഒരു സൈഡ് നിനക്കുള്ളതാണ് അത്, അതല്ലേ സത്യം. എനിക്ക് ഒറ്റ കോടി നമുക്കൊക്കെ ഉള്ളൂ, ഒറ്റ പതക്കലിനുള്ള 1 കോടി. അപ്പൊ എന്തായാലും ഇനി കിഴിയെടുക്കാണ്ടല്ലേ, പണിയെടുക്കണല്ലേ, പണിയെടുത്തേ പറ്റുള്ളൂ. എന്നാലും എന്തെങ്കിലും ഒന്നും മലയാളം കിട്ടുകയാണെങ്കിൽ ഒരു വൈബൊക്കെ ആയിരുന്നു. ഇത് അതും ഇല്ലല്ലോ. ഇത് എടുത്തോണ്ടിരിക്കല്ലേ. ജയിലർ 2. ഇന്ന് അട്ടപടലം മലയാളത്തിലാണല്ലോ, കേരളത്തിൽ ഷൂട്ട് നടക്കുന്നുണ്ട്. പാലക്കാട് അട്ടപ്പാടിയിൽ 35 ദിവസത്തെ ഷെഡ്യൂൾ ഇന്ന് തുടങ്ങും കേട്ടോ. അപ്പൊ രജനീകാന്തൊക്കെ വരുമായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് പ്രധാനപ്പെട്ട കാസ്റ്റിൽ ഒരുപാട് ആൾക്കാർ ഈ ഷെഡ്യൂളിലുണ്ട്. 35 ദിവസത്തെ ഷെഡ്യൂൾ ആകുമ്പോൾ ഏറ്റവും വലിയ ഒരു ഷെഡ്യൂൾ തന്നെയാണ്. അത്യാവശ്യം വെറുതെ നമുക്ക് റൈഡ് പോയാലോ അട്ടപ്പാടിക്ക്? നല്ല രസമാണ്. നമ്മൾ താരങ്ങളെ കാണുന്നത് നമ്മൾ താരങ്ങളായിട്ടായിരിക്കും. അതിന് താരങ്ങളെ കാണാനല്ലല്ലോ നമ്മൾ പോകുന്നത്, നമ്മൾ റൈഡ് അട്ടപ്പാടിക്ക്. ഓക്കെ. അടുത്ത കിഴി ആലപ്പുഴ ജിംഖാന. ഇയാളൊന്ന് എണീറ്റ് പോവുള്ളൂ, ചുമ്മാ നടന്നിട്ട്. ഇത് എത്രയാണ് എടുക്കുന്നത് മൊത്തം? ആലപ്പുഴ ജിംഖാന ഫസ്റ്റ് ഡേ കേരള ഗ്രോസ് 2.7 CR. ചെറുകൻ നസ്ലൻ. ഒന്ന് ആലോചിച്ച്, ഒരു ആവറേജ് സിനിമ വെച്ചിട്ടാണ് ഒരു മോശമില്ലാത്ത ഹിറ്റ് നമ്മുടെ ആയം കാതലിനും വന്നടിച്ചത്. അതൊരു സത്യം. അപ്പൊ ആവറേജിന് മുകളിലുള്ള സിനിമ വെച്ചിട്ട് എന്തായിരിക്കും? തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല കളക്ഷൻ. അടുത്തത് ഈ അമ്മോനെ കിട്ടിയത് മരണമാസ് ഐറ്റം. മരണമാസ് ഒടുവിൽ. അല്ല പിന്നെ ഓർമ്മയെങ്കിൽ 1, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു മലയാളിയാണോടാ. മലയാളത്തിൽ ഒന്നെങ്കിലും എടുത്തില്ലെങ്കിൽ മലയാളത്തിൽ ഒരു കിഴി എടുക്കാനും അറിയാടാ. എന്താണെങ്കിലും മരണമാസ് സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ കേരള 1.07 CR. അതും കയറി വരും, കാരണം അഭിപ്രായം അങ്ങനെയാണ് സിനിമയുടെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല സിനിമയാണ്. ഇഷ്ടപ്പെടാത്തവരുണ്ട്. അതല്ല 3 സിനിമയ്ക്ക് വന്നു. 4 ഉണ്ടല്ലോ അല്ലെ, 4 സിനിമയ്ക്ക്. സോറിടാ, നീ വേസ്റ്റ് ആയി പോയതല്ലേ അത് ഞാൻ മൊത്തത്തിൽ അങ്ങ് വേസ്റ്റ് ആക്കി കളഞ്ഞു, അതാ പറ്റിയത്. എന്താണെങ്കിൽ 4 സിനിമയ്ക്കും ഒരു വിഭാഗം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടവും ഒരു വിഭാഗം ആൾക്കാർക്ക് തീരെ ഇഷ്ടപ്പെടാത്തതാണ്. അത് 4 സിനിമയ്ക്കും അങ്ങനെയാണ്. കൂടുതൽ ആൾക്കാർ ഇതിൽ മെജോറിറ്റി പീപ്പിൾസിന്
എല്ലാം ഒരു ആവറേജ് അനുഭവമാണ്. എല്ലാം ഭയങ്കര ബെസ്റ്റ് എന്ന് പറയുന്ന ഒന്നുമില്ല. അതെ അതെ. ഓക്കെ, അടുത്ത കിഴി അടിപൊളി. ഊഹിക്കാം. ഗുഡ് ബാഡ് അഗ്ലി. ഊഹിക്കാം. നീ എന്തിനാടാ വീണ്ടും എന്നെ ഇങ്ങനെ പിന്തുടരുന്നത്? എങ്ക പോത്താലും നീ ഒരെണ്ണെങ്കിലും നീ എടുത്തില്ലേ മോശമല്ലടാ. അതല്ല ഇത് അല്ല ഏതാണെങ്കിലും അല്ല, അത് നീ എടുക്കുമ്പോ ഇത് തന്നെ എടുക്കണം. അതെ, ഇതിനു മുമ്പ് ഞാൻ ഏതൊക്കെ എടുത്തു? മദ്രാസ് ഞാൻ എടുത്തു. ഇതിനു മുന്നേ എടുത്തിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ അതൊക്കെ. അത് മതി, ഓർമ്മ ഉണ്ടായാൽ മതി. അത് നീയാ മറന്നു പോയത്. ഞാൻ മറക്കൂല, അജാതി ആകാതല്ല ഞാൻ ഏറ്റുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ മറക്കാണ്ടിരിക്കും. എന്റെ വിചാരത്തില് ഞാനാണ് ബാക്കി 15 കിഴി എടുത്തേക്കുന്നത്, ഇവനാകെ എടുത്തേക്കുന്നത് ഒരെണ്ണുള്ളൂ. അതാണ് ഇപ്പൊ ഗുഡ് ബാഡ് അഗ്ലി. പക്ഷെ ഞാൻ ഓർത്തിരിക്കുന്നത് ഈ ഗുഡ് ബാഡ് അഗ്ലിയാണ്. ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ ഫസ്റ്റ് ഡേ കേരള ഗ്രോസ് 75 ലക്ഷം. യെസ്, നീ ഓർത്തിരിക്കുന്ന എനിക്ക് മറ്റേ ഡയലോഗ് ഓർമ്മ. നീ നിന്റെ മരണം ഓർത്തിരിക്കണം. അത് രണ്ടും ഓർത്തിരിക്കുന്ന ഒരു മരണമാണ് ഗുഡ് ബാഡ് അഗ്ലി നീ കണ്ടത്. സത്യം 75 ലക്ഷം അല്ലേ? എന്റെ പൈസ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര വിഷമം. അത് വേണമെങ്കിൽ അവര് ചോദിച്ചാൽ തിരിച്ചു തരുവാ. 150 രൂപ ഒക്കെ തരുമായിരിക്കും. അതിനുള്ള മനസ്സൊക്കെ ഉണ്ടാവും. കമന്റ് ഇടുന്ന പോലെ ഒന്നല്ല, സിനിമ കണ്ടു. എന്താണെങ്കിലും മാഫിയ പരിപാടിയൊക്കെ ഒഴിവാക്കി നല്ലവനായ നിൽക്കുക. ഇപ്പൊ പോയി ചോദിച്ചാൽ കിട്ടും. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോടെ തീർന്നിരിക്കുകയാണ്. പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ഫസ്റ്റ് പറഞ്ഞതിനകത്ത് ഒരു വീണ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിയിട്ടില്ല. ഇതൊരു നാക്കാടാ നിന്റേത്. ഞാൻ എന്താ കരുതി അറിയോ, ഒരു സൈലന്റ് ഒന്നില്ലേ ആ സമയത്ത് വീഡിയോ അങ്ങനെ പൗസ് ആയത്. എഡിറ്റിംഗിൽ എന്തോ പ്രശ്നം വന്നാണെന്നൊക്കെ വരും. ഓക്കെ, ബൈ.